ഗാർഡനിങ് ഇഷ്ടപ്പെടാത്തവരാരുള്ളത് എല്ലാവർക്കും ഗാർഡനിങ് ഇഷ്ടമുള്ളവരാണ്. നമ്മൾ ഗാർഡൻ ചെയ്യുന്ന സമയത്ത് പൂക്കളെ കൊണ്ട് ഗാർഡൻ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇലച്ചെടികൾ മാത്രം, ഇലകൾ തന്നെ പൂക്കളല്ലാത്ത രീതിയിൽ ഇലകൾ മാത്രം പല വെറൈറ്റികൾ കളറ് മാത്രമുള്ള ഐറ്റംസുകളുണ്ട്. അഥവാ കോളിയസ് പ്ലാന്റ്, അഥവാ നമ്മുടെ ചിത്രകൂർക്ക എന്നൊക്കെ ഞങ്ങളുടെ ഏരിയയിലൊക്കെ പറയും, അങ്ങനത്തെ ഇതുകൾ. അതുപോലെ തന്നെ മറ്റുള്ള കുറേ പ്ലാന്റുകളുണ്ട് നമ്മൾ മരച്ചെടികളിൽ തന്നെ. ഇതൊക്കെ കൂടാതെ തന്നെ നമ്മൾ ഗാർഡനിങ് വേറൊരു ടൈപ്പിലും ചെയ്യുന്നുണ്ട്. അഥവാ പെബിൾസ് വർക്ക് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു വർക്കാണ്. അത് ഇച്ചിരി എക്സ്പെൻസീവ് ആയൊരു കേസാണ്, മറ്റുള്ളത് പോലെയല്ല. പിന്നെ വെച്ചാൽ മെയിൻ്റനൻസ് ഫ്രീ ആണ്. അങ്ങനത്തെ ഒരു ഗുണവും കൂടിയുണ്ട് പെബിൾസിന്. കാരണം നമ്മൾ ചെടികൾ ഒരുപാട് നമ്മൾ കെയർ ചെയ്ത് കൊണ്ട് നടന്ന് ചിലപ്പോൾ എന്താ പറയുക, കീടങ്ങളും മറ്റുള്ളതൊക്കെ നശിപ്പിച്ച് മൊത്തത്തിൽ അലങ്കോലപ്പെടുത്തുന്ന രീതി ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിവായിട്ട് നമ്മൾ പെബിൾസ് ഗാർഡൻ ചെയ്യുന്ന സമയത്ത് മെയിൻ്റനൻസ് ഫ്രീയിലാണ് പെബിൾസ് ഗാർഡൻ വരുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ വീട്ടിൽ ചെറിയൊരു ബഡ്ജറ്റീവായ രീതിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഗാർഡൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെ ചെയ്ത് എന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരാം. എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതും അതുപോലെ തന്നെ എത്ര രൂപ എനിക്ക് ബഡ്ജറ്റ് ഇറങ്ങി എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. പെബിൾസ് മാത്രമല്ല, പെബിൾസിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ഈ കാണുന്ന പോലെയുള്ള ചെടികൾ നമ്മൾ ഇടയിലൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെയാണ് പെബിൾസ് ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ 3 തരം പെബിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് വൈറ്റ്, അതുപോലെ തന്നെ ഒന്ന് ബ്ലാക്ക്, പിന്നെ നമ്മളെ നാടൻ കല്ലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്നും പോളിഷ് ചെയ്തതല്ല, പോളിഷ് ചെയ്യാതെ വരുന്ന. പോളിഷ് ചെയ്തതാവുമ്പോൾ റേറ്റ് കൂടുന്നുണ്ട്. 900 രൂപയൊക്കെയാണ് 25 കിലോൻ്റെ ഒരു ചാക്ക് വരുന്നത്. പെബിൾസ് ലോക്കൽ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ, ലോക്കൽ കട വെച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് ചില്ലറ ആവശ്യങ്ങൾക്കാവുമ്പോൾ ചിലപ്പോൾ 1 or 2 ചട്ടികളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മേടിച്ച് തൂക്കത്തിന് മേടിക്കും. ചിലപ്പോൾ 40 രൂപ 50 രൂപ ഒക്കെ ഓരോ സ്ഥലത്തു നിന്ന് ആവുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ പെബിൾസിന് ഇത് നമ്മളുടെ നാടൻ സാധനമാണ്. നാടൻ സാധനത്തിന് എനിക്ക് വന്നത് 110 രൂപയാണ് വന്നത്. ഞാൻ 2 ചാക്ക് എടുത്തിട്ടാണ് ഈ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 ചാക്ക് നാടൻ പെബിൾസ്. ഇത് കംപ്ലീറ്റ് ചളി നിറഞ്ഞിട്ടാണ് ഇത് വന്നിരുന്നത്. അത് ഞാൻ മൊത്തം ഇവിടെ ഇട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇതിങ്ങനെ ചെയ്തത്. പിന്നെ മാത്രമല്ല, മറ്റേത് ഈ കാണുന്ന വൈറ്റ് ഇതിനെ ചുറ്റി കൊടുത്തിട്ടുണ്ടല്ലോ, ഈ വൈറ്റ് വന്നത് 400 രൂപ. 400 രൂപ ഒരു ചാക്ക്, 400 രൂപ അതൊരു ചാക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഈ കാണുന്ന ബ്ലാക്ക് ഇതും ഒരു ചാക്ക് കൊടുത്തു. ഇതും 400 രൂപയാണ്. ഇത് പോളിഷ് ചെയ്ത് തന്നെ വരുന്നത് 900 രൂപ. അതോ നല്ല ഗ്ലേസിങ് ഉള്ള രീതിയിൽ ഇത് നമുക്ക് കുറച്ച് മെനക്കെട്ടാൽ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല. ഏകദേശം ഈ ഒരു കോലത്തിൽ ഞാൻ എടുത്തത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ,
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിത് തൃശ്ശൂരിൽ നിന്നാണ് മേടിച്ചത്. തൃശ്ശൂർ പോയിട്ട് നിങ്ങൾക്ക് മേടിക്കാം. തൃശ്ശൂർ മണ്ണുത്തി പെബിൾസ് മാത്രം വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. അവിടെ പോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോവാം, മേടിക്കാം. നിങ്ങൾക്ക് തന്നെ ഏകദേശം നമ്മളുടെ ഐഡിയക്ക് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഒരുപാട് വൈഭവം വേണമെന്നൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒരു കലാവാസന, ഒരു മനുഷ്യനായിരിക്കുന്ന സമയത്ത് എന്തായാലും ചെറിയ ചെറിയ കലാവാസനകളുണ്ടാവും. ഈ കലാവാസനകൾ നമ്മൾ നമ്മളുടേതായ രീതിയിൽ സമന്വയിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്രക്കും മനോഹരമായ രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ വീട്ടിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇന്നത്തെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇങ്ങനെ കുത്തുക. അതിൻ്റെ തൊട്ട് താഴെ ബെല്ലൈക്കൺ ഉണ്ട്, അതും അങ്ങോട്ട് ഇങ്ങനെ 2 മാറ്റം മേടിക്കാളി. ഓക്കെ, ബൈ.